ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വറുത്ത അരിമാവില് ഞാനിത് കടയിൽ നിന്ന് പച്ചരി വാങ്ങി പൊടിപ്പിച്ച് എടുത്ത അരിമാവാണ്. ആ അരിമാവ് കൊണ്ടുവന്നൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വറുത്ത അരിമാവിലേക്ക് ആവശ്യത്തിന് തേങ്ങ. തേങ്ങ ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് തേങ്ങ ഇടാം. അപ്പൊ ഞാനിവിടെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ കട്ടയില്ലാതെ നന്നായിട്ട് മാവിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് സാധാരണ കൈ കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഞാനിത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇരിക്കണം മാവ്. നമ്മുടെ ദോശക്കല്ലിലേക്ക് വീട്ടുമ്പോൾ അതിങ്ങനെ തെന്നി മാറി പോവാതെ ഒരിടത്ത് തന്നെ ഇരിക്കുന്ന പരുവത്തിലാണ്. അപ്പൊ ദോശക്കല്ലൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് നന്നായി ചൂടായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം. ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദോശക്കല്ല് നന്നായി ചൂടായി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് വീട്ടി നന്നായിട്ടൊന്ന് ചുറ്റിക്കേണ്ട, ചെറിയ രീതിക്കൊന്ന് കറണ്ട് കൊണ്ട് ലേശം ഒന്ന്. എന്നാൽ നമുക്ക് ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം. അതായത് ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ദോശക്കല്ലിൽ നിന്ന് അത് വിട്ടു. ഇതാണ് പരുവം. എന്നിട്ട് വീണ്ടും മറിച്ചിട്ടതിന് ശേഷം നമുക്ക് അടച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇത് നമുക്ക് റെഡിയായി കിട്ടത്തില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ അരിമാവ്, നമ്മുടെ വറുത്ത അരിമാവിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടച്ച് തന്നെ വേവിച്ചെടുക്കണം. സാധാരണ നമ്മുടെ ദോശമാവ്, ഉഴുന്ന് കൊണ്ടുള്ള ദോശമാവ് നമ്മൾ അടച്ച് വെക്കാറില്ലല്ലോ. അപ്പോൾ ഇതിനെപ്പോഴും നമ്മൾ അടച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ കറിയായിട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ആ സവാളയൊക്കെ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സവാള അരിയുന്നത് കൊണ്ട് ചെറുതായിട്ട് നൈസായിട്ട് തന്നെ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളും നമ്മൾ ഈ സവാള പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നൈസിന് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് നീളവും കനവും ആയി കഴിഞ്ഞാൽ നമ്മുടെ സവാള വേവാൻ അല്പം താമസം ഉണ്ടാവും. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടുള്ള മുട്ട ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാം. പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് എണ്ണയിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ നമ്മള് എല്ലാവരും ഉള്ളിക്കറി വെക്കുമ്പോൾ അതിൻ്റെതായ സ്റ്റൈല് പച്ചമുളകിടും, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടും. ഇതിപ്പോ തട്ടിക്കൂട്ടൊരു മുട്ടക്കറിയാണ്. അപ്പൊ ഞാനിതിപ്പോ അതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ സവാള ഞാൻ അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ സവാള ഒരുവിധം കുഴഞ്ഞു വാടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എണ്ണ നമ്മൾ അടി പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ എൻ്റെതായ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കില്ലാവും അല്ലേ? കുട്ടികൾക്ക് സ്കൂളിൽ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇവിടെ രാവിലെ എക്സാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോ 3 ദിവസമായി എക്സാം തുടങ്ങിയിട്ട്. എല്ലാവരും കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? സ്കൂളിലെല്ലാം ക്രിസ്മസ് എക്സാം തുടങ്ങി എന്നറിയാം. അപ്പോൾ സവാളയൊക്കെ നല്ലതൊന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതിപ്പോ കണക്ക് പറയാൻ എനിക്കറിയില്ല. എൻ്റെതായ ഒരു അളവ് ഞാൻ അങ്ങിടുന്നുള്ളൂ. ഇതിപ്പോ കാശ്മീരി ചില്ലിപ്പൊടിയാണ്. ഇവിടെ എനിക്കത് കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. കാരണം മറ്റേതിന് നല്ല എരിവായതുകൊണ്ട് പിള്ളേർക്ക് അധികം എരിവ് വേണ്ട എന്നുള്ളത് മാത്രം. അതുകൊണ്ട് കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ പൊടി ചേർക്കുന്നത്. പിന്നെ മുട്ടയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ വരഞ്ഞു കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ പെരിഞ്ചീരകം ഇടാൻ മറന്നുപോയതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്ന് പെരിഞ്ചീരകം എടുത്തുകൊണ്ടുവന്ന് അതും കൂടി ഒന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വെക്കുന്ന കറീനേക്കാൾ ഒരു അല്പം കൂടി ടേസ്റ്റ് എനിക്ക് ഇതിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഒരിക്കൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. അപ്പൊ മുട്ടക്കറിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചായക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ ഇവിടെ എപ്പോഴും കട്ടൻ ഇടുമ്പോൾ കട്ടനിൽ അല്പം ഇഞ്ചി ചതച്ചിടാറുണ്ട്. കാരണം രാവിലെ എപ്പോഴും മഞ്ഞ സമയമാണല്ലോ. അപ്പോൾ
നമുക്ക് ആ തൊണ്ടവേദനയും ചുമയും ഒക്കെ ഒന്ന് അമരാൻ വേണ്ടി ഒരല്പം ഇഞ്ചി, നമ്മൾ ഇപ്പോഴെന്നല്ല എപ്പോഴും ഒരല്പം ഇഞ്ചി നമ്മുടെ ആ കട്ടനിലോ ചായയിലോ ചേർക്കുന്നത് നന്നായിരിക്കും. അതിന് ഒരല്പം ടേസ്റ്റ് കൂടും ആയിരിക്കും. ഏലക്കാപ്പൊടിയില്ലേ, അത് ഇടുമ്പോഴത്തേക്കും. പിന്നെ അതാ തേയിലപ്പൊടിയൊക്കെ ഇട്ടു, പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് ഇട്ടു. അപ്പൊ അതാ തേയിലയൊക്കെ ഒന്ന് തിളച്ച് സെറ്റായതിനു ശേഷം തേയില ഒന്ന് റെഡിയായി. പിന്നെ ഞാൻ അതങ്ങ് അരിച്ചൊഴിച്ചപ്പോൾ തന്നെ മോക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് മോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് എടുത്തു വെച്ചു. ഇതെന്താ തേയില നല്ല ചായക്ക്, നമ്മുടെ കട്ടൻ ചായക്ക് നല്ല, നമ്മൾ ഈ ട്രിവാൻഡ്രത്തോട്ടൊക്കെ നമ്മുടെ ഇതിന് തേയില എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ചിലത് കട്ടൻ ചായ എന്ന് പറയും. ഇതാണ് നമ്മുടെ അരിദോശ, കണ്ടല്ലോ, നല്ല മൊരിഞ്ഞു വന്നിട്ടുള്ള ദോശ. പിന്നെ ഞാൻ മോക്ക് 2 ദോശയൊക്കെ വെച്ചു, കറിയൊക്കെ വെച്ചങ്ങ് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ മോനെ തയ്യാറാക്കണമായിരുന്നു. പിന്നെ അവൾക്ക് കട്ടൻ ചായ ഒഴിച്ചു വെച്ചു. അവൾക്ക് നല്ല ചുമയുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇഞ്ചി ചായ, കട്ടൻ ചായ ഇട്ടത് തന്നെ. അപ്പൊ അതാ കട്ടൻ ചായയൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അവള് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞതാ മോനും പോയതിനു ശേഷം അടുത്ത ടാസ്കാണ് നമ്മുടെ കരിമ്പും കാട്ടിൽ ആന കയറിയതൊക്കെ നമ്മുടെ വീട് റൂമൊക്കെ അങ്ങ് അലങ്കോലമായി കിടപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടുക്കി പറക്കി തട്ടിക്കുടഞ്ഞൊന്ന് വൃത്തിയായി വെക്കണം. അപ്പതാ എല്ലാം തട്ടിക്കുടഞ്ഞ് സെറ്റായി വിരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ലൈക്ക്